പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. 2021 തുടർഭരണം കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച ഒരു തുടർഭരണമായിരുന്നു. എന്നാൽ സംഭവിച്ചതോ സമസ്ത മേഖലയിലും പരാജയമായിരുന്നു. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ദുരിതത്തിൽ നിന്നും ദുരന്തത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. സാമ്പത്തിക രംഗത്തെ തകർച്ച, ജനങ്ങളെ നട്ടം തിരിക്കുന്ന വിലക്കയറ്റം, അതുപോലെ തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളുടെയും വിലക്കയറ്റം, ഭൂനികുതി, അതുപോലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വൻപിച്ച വർധനവാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് വരുത്തി വച്ചിരിക്കുന്നത്. ആരോഗ്യരംഗം പരിശോധിച്ചാൽ ആരോഗ്യരംഗം അമ്പേ പരാജയമാണ്. നിരവധികളായ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നു. ക്രമസമാധാന രംഗത്തെ തകർച്ച ഇതിനോടകം സജീവമായ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തെ പരാജയം, അതുപോലെ വ്യവസായ രംഗത്തെ തളർച്ച, എല്ലാ കാര്യങ്ങളിലും സമസ്ത കാര്യങ്ങളിലും ഈ ഗവൺമെൻറ് പരാജയമാണെന്ന് അടിവരയിട്ട് പറയുന്നു. ഇത് കേരളത്തിലെ ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നു. മാത്രമല്ല, കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ ഭവനങ്ങളിലെയും സ്ത്രീ സഹോദരിമാർ ഒരു ദിവസം പോലും കണ്ണീർ വീഴ്ത്താത്ത ദിവസങ്ങളില്ല. കേരയിൽ പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞ് ആ പദ്ധതി പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളെയും കണ്ണീരിലാഴ്ത്തിയാണ് ഈ സർക്കാർ 2021 ഭരണം തുടരുന്നത്. ഇതിൻ്റെ മാനസിക ആഘാതത്തിൽ നിന്നും ഇന്നും പല കുടുംബത്തിലെ സ്ത്രീ സഹോദരിമാർ രക്ഷപ്പെട്ടിട്ടില്ല. എങ്ങനെ കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ പദ്ധതികളും ഇല്ലാതാക്കുകയും അതിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നു, 2016 ശ്രീ ഉമ്മൻചാണ്ടി സാറ് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിൽ സംഭവിക്കുന്ന വികസനത്തെക്കുറിച്ച് സ്വപ്നം കാണുകയായിരുന്നു. വാസ്തവത്തിൽ നമുക്ക് തെറ്റുപറ്റി. 2021 നമുക്ക് തുടർഭരണം വേണ്ടത്. 2016 ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ തുടർഭരണമായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. അങ്ങനെയായിരുന്നെങ്കിൽ കേരളം വൻപിച്ച കുതിപ്പുമായി മുന്നേറുമായിരുന്നു.